ഹായ്, നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂറിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കിടിലൻ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഓഫറുകൾ പറയുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് പറയാണ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു UV ബോർഡിന്റെ അലമാറ, അതേപോലെ നോർമൽ പാർട്ടിക്കിൾ ബോർഡിന്റെ അലമാറ ഉണ്ട്. ഇത് രണ്ടും ഒരു പ്രൈസ് അല്ല കേട്ടോ. പിന്നെ ഇതിന്റെ ക്വാളിറ്റി വന്ന് നോക്കണമെങ്കിൽ നമുക്ക് വീഡിയോയിൽ നോക്കിയാലും മനസ്സിലാവില്ല. ഇതിന്റെ തിക്നെസ്, ഇതിന്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്വാളിറ്റി, ഇതിന്റെ ഉള്ളിലെ അറകള്, ഇതിന്റെ ലോക്സ്, അതേപോലെ ഇതിന്റെ മെക്കാനിസം ഫുള്ള് കണ്ടോ, ഇതിങ്ങനെ അടച്ചിട്ടുണ്ടാവും കണ്ടോ, ഇവിടെ ലോക്ക്, അതേപോലെ ഇതിന്റെ ഉള്ളില് ഇതിന്റെ അറകള്, ഇതിന്റെ തിക്നെസ്, ഇതിന്റെ ബാക്കിൽ, ഇതൊക്കെ നമുക്ക് വന്ന് നോക്കിയാൽ തന്നെ ഇതിന്റെ ക്വാളിറ്റി അറിയുള്ളൂ. ഇതും ഒരേ പ്രൈസ് അല്ല. ഇനി ഇതേപോലെ നമുക്ക് ഫിനിഷിങ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലെ മെറ്റീരിയലൊക്കെ മാറ്റിയിട്ട് നമുക്ക് വില കുറച്ചും ചെയ്യാം. ഇത് ഞാൻ ഓഫർ 15,990 നമ്മൾ UV ബോർഡ് ഓഫർ ഇട്ടിട്ടുണ്ട്. ഇതാണെങ്കിൽ നമുക്ക് 7,990 നമുക്ക് ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഓഫറുകൾ ശരിക്കും വീഡിയോ നോക്കുമ്പോൾ നമുക്ക് ആ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് പ്രൊഡക്റ്റ് നേരിട്ട് വന്ന് കണ്ടാലാണ് നമുക്ക് അതിന്റെ ക്വാളിറ്റി അറിയുള്ളൂ. ചിലപ്പോൾ ചില കമന്റ് ഇടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഇടണം എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒരു 100 നല്ല കമന്റ് വരുമ്പോൾ ഒരു നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളെ കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഫോക്കസ് ചെയ്തിടുന്നത്. പിന്നെ ഇപ്പൊ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർക്ക് അവർക്കും ഒരു സുഖം, ഞാനൊരു കമന്റ് ഇടുമ്പോൾ എന്തോ ഒരു സംഭവിച്ച പോലെ. പക്ഷെ നമ്മളൊരു കാര്യം യാഥാർത്ഥ്യം നോക്കിയിട്ടും അതിന്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ് നമ്മൾ നോക്കുക. ഞാൻ 1 രൂപയ്ക്ക് ചവിട്ടി ഇട്ടപ്പോൾ അതിലൊരു കമന്റ് വന്നാണ് ഇതിനും കുറച്ച് ഇവിടെ കിട്ടാണ്ടത്. നമുക്ക് നഷ്ടത്തിന് പ്രൊമോഷന്റെ ഭാഗമായിട്ട് അത്രയും കുറച്ചിട്ടാണ് 1 രൂപയ്ക്ക് ചവിട്ടി 1 രൂപയ്ക്ക് കപ്പിട്ട്, അതിലും കുറവ് കിട്ടാണ്ട് പറഞ്ഞിട്ട് കമന്റ് ചെയ്ത ആളുകളുണ്ട്. അപ്പൊ കമന്റിൽ കഥയില്ല. കമന്റ് പറഞ്ഞ കുറച്ച് മെയിൽ ഐഡികളൊക്കെ ഇപ്പോൾ ആളുകൾ കമന്റ് വരുമ്പോൾ കുറച്ച് അവരുടെ ആൾക്കാരുടെ ഐഡികൾ ഉപയോഗിച്ചിട്ട് അതിന് തിരിച്ച് പ്രതികരിക്കുന്നതോളുണ്ട്. ഇങ്ങോട്ട് പറയുന്നതിൻ്റെ അടുത്ത് ഈ വീഡിയോയിൽ നിന്നിട്ട് നമുക്ക് പറയാനെങ്കിൽ ഈ കമന്റ് ചെയ്യുന്നതിന് നമുക്ക് പറയാൻ അറിയാനില്ല. അവരുടെ അസുഖം അതങ്ങോട്ട് പിന്നെ ചെയ്തു പോയിക്കോട്ടെ വെച്ചിട്ടാണ്. കാരണം ഈ നെഗറ്റീവ് ഇടുന്ന ആൾ ഇതേപോലെ വന്ന് വീഡിയോ ഇടുന്ന് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യം വന്ന് കണ്ടിട്ടോ ഒന്നുമല്ല. എന്തോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖം. എനിക്ക് തോന്നുന്നത് പോസിറ്റീവും നെഗറ്റീവും 2 വിഭാഗം ആളുകളുണ്ട്. നെഗറ്റീവ് ചെയ്യുന്ന ആളുകൾ വീട്ടിലും അങ്ങനെയാവും. ചിലപ്പോൾ വീട്ടിലും അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മൾ കൊണ്ടുവന്ന് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള മക്കൾക്കായിക്കോട്ടെ, വൈഫിനായിക്കോട്ടെ, ഇനിയിപ്പോൾ ബോയ്സ് ആണ് ചെയ്യുന്ന അല്ല ഇനി ഗേളാണ് ചെയ്യുന്ന വെച്ചാൽ ഭർത്താവനായിക്കോട്ടെ, അവരെ എത്രമാത്രം സഹിക്കുന്നു ആ കമന്റ് കണ്ടറിയാം അയാളുടെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം. അപ്പോൾ നല്ലതിനെ നല്ലതും ചീത്തനെ ചീത്തം പറയാം, വിമർശനം അതിന്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും പറയാം. പക്ഷെ ഒരു കാര്യം അറിയാതെ വെറുതെ വന്ന ഒരു ബിസിനസ് കഷ്ടമായി ചെയ്യുന്ന ഏതൊരാളുടെ അടിയിൽ പോയിട്ടും ഞാൻ കുറെ നെഗറ്റീവ് ചെയ്യുന്ന അങ്ങനത്തെ കുറെ ആളുകളെ കണ്ടത്. ഒന്നെങ്കിൽ കോമ്പറ്റീറ്റർ ആവാം, അല്ലെങ്കിൽ ഒരു തൊരും പണിയില്ലാതെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനത്തെ ഈ നെഗറ്റീവ് കമന്റ് ഇട്ടിരിക്കണുള്ളൂ. അവനോന് ഇതേപോലെ വലിയ വീഡിയോ എടുത്ത് ചെയ്ത് അപ്ലോഡ് ചെയ്ത് എത്രയോ ആളുകൾ യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം ഉണ്ടാക്കുന്നു. ഈ വീഡിയോ ചെയ്യുന്ന ആളുകളോ കണ്ടന്റ് ചെയ്യുന്ന ആളുകളോ ഒന്നും ഇതിന് നിൽക്കുന്നില്ല. ഒന്നും അറിയാതെ വീട്ടിലും അടി, നാട്ടിലും അടി, വെറുതെ എന്ത് കണ്ടാലും നെഗറ്റീവ് മാത്രം പ്രതികരിക്കുന്ന ആള്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 1 രൂപയുടെ ചവിട്ടി പറഞ്ഞാൽ നഷ്ടത്തിന് ഇട്ടാൽ തന്നെ അതിനും കുറച്ച് കിട്ടാണ്ട് എന്ന് പറയുന്ന ആളുകൾ ഉള്ള കമന്റ് ബോക്സ് ആണ് നമ്മള്. പിന്നെ ചില ആളുകൾ നല്ലത് ചെയ്ത തെറി പറയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ അവരുടെ സംസ്കാരമാണ്. അപ്പൊ നമുക്ക് അതിനെക്കാട്ടും രൂക്ഷമായിട്ട് നമുക്ക് ആ കമന്റിന്റെ അവിടെ നമുക്ക് ചെയ്യാറിയാണ്ടാണോ? പക്ഷെ നമ്മൾ കൂടുതൽ പറഞ്ഞാൽ അവർ അതിനായിട്ട് കൂടുതൽ തളരും. ഇങ്ങനെ വന്ന് ഒരു വീഡിയോയുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത ആൾക്കാർ വീട്ടിലിരുന്നിട്ട് കമന്റിന്റെ അടിയിൽ കമന്റ് ഇട്ട് നെഗറ്റീവ് ഇട്ടിട്ട് അവരുടെ ജീവിതം അവര് പാഴാക്കാതെ എന്തെങ്കിലും ഇതേപോലത്തെ ചെയ്ത് സ്വന്തമായിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അത് ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നൊക്കെ വരുമാനം ഉണ്ടാക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം അറിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് നോക്കുക. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റി ഇത് വന്ന് നോക്കാതെ ഒന്നും കിട്ടില്ല. ഫർണിച്ചർ നമ്മുടെ ഷോപ്പിൽ വരാതെ ഞങ്ങളുടെ നാട്ടിലും കിട്ടും. ഇത് അതിനും പകുതിക്ക് കിട്ടും, അത്രയ്ക്ക് കിട്ടും, ഇത്രയ്ക്ക് കിട്ടും പറഞ്ഞാൽ വന്ന് ക്വാളിറ്റി നോക്കുക. നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ വാങ്ങാം, ഇഷ്ടമില്ലെങ്കിൽ വാങ്ങാതിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ അഭിപ്രായം രേഖപ്പെടുത്താം. നമുക്കപ്പോൾ ഓരോ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇതിന്റെ ഫീൽഡിൽ 10-15 വർഷമുള്ള ആള് ഞാനൊരു വീഡിയോ കണ്ടതിന് എനിക്ക് അതിന്റെ ക്വാളിറ്റി കണ്ടാൽ അറിയാൻ പറ്റില്ല, നമുക്കറിയാൻ പറ്റില്ല. പിന്നെയാണ് ഈ കസ്റ്റമർക്ക് അറിയാൻ പറ്റുന്നത്. അതൊക്കെ വെറുതെയാണ്. ഇപ്പൊ ഇത് നാടൻ തേക്കിലെ ഫുൾ കാതലാണ്, ഈ 3111. ഇത് 29,990. ഇതിന് ഇനി വെള്ള വരുമ്പോൾ ഇതിനും കുറയും. ഫോമുല ഡെൻസിറ്റി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിലും കുറയും. ഇനി ഡിപ്പോ തേക്കുണ്ട്, അതാകുമ്പോൾ ഇനിയും പ്രൈസ് കൂടും. അങ്ങനെ മരങ്ങളിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ ഇപ്പോൾ ഐഫോൺ അങ്ങനെയുള്ള പല ഫോണിലും എടുക്കുമ്പോൾ പല കളറിലാണ് നമുക്ക് വീഡിയോസ് കാണാം. അപ്പൊ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും അവിടെ ഇരുന്നിട്ട് ക്വാളിറ്റിയോ ഇരിക്കാനുള്ള കംഫർട്ടോ കിട്ടില്ല. അങ്ങനെ പറയുന്ന ആൾക്കാർ നെഗറ്റീവ് മൈൻഡ്, ഒന്നില്ലെങ്കിൽ ഈ ഫീൽഡുമായി ബന്ധമുള്ളവർ
അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ വെറുതെ ഇരുന്നിട്ട് വീഡിയോ കാണുമ്പോൾ ഒരു ചൊറിച്ചില്, ആരെങ്കിലും ഒന്ന് മാന്തണം. അപ്പൊ ആ തിരിച്ച് മാന്താൻ പോയി കഴിഞ്ഞാൽ ഈ പരിപാടി നിൽക്കും. നമ്മൾ പക്ഷെ അത് നിൽക്കാറില്ല. ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങോട്ട് ഇടുമ്പോൾ അവരുടെ ഫാൻസാന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ ആളുകൾ തിരിച്ച് 4 കമന്റ് ഇടുമ്പോൾ ഈ പരിപാടി നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ നമ്മൾക്ക് വിഷയമല്ല. നമുക്ക് നമ്മുടെ ഷോപ്പിൽ വന്ന ആൾക്കാർ വീഡിയോ ആയിട്ടുള്ള റിവ്യൂ ഉള്ള ആൾക്കാർക്ക് കണ്ടറിയാം ക്വാളിറ്റി. അപ്പോൾ ചില കമന്റുകൾ ഞാൻ ഏറ്റവും അത്ഭുതപ്പെട്ടത് ഞാൻ കാണിച്ചു തരാം. 1 രൂപയ്ക്ക് ഞാൻ ചവിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കമന്റ് നമ്മുടെ സെർച്ച് ചെയ്താൽ കാണും, ഞാൻ കളഞ്ഞിട്ടില്ല. ഈ 1 രൂപയ്ക്ക് ചവിട്ടി ഞാൻ ഇട്ടപ്പോ ഇതിനും കുറവിൽ കിട്ടാണ്ടല്ലോ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിരിക്കുന്നു. ഇതിനൊക്കെ പിന്നെ ചൊറിച്ചില്ല എന്നല്ലാന്ന് എന്താ പറയാ. ഇത് 1 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ഇത് 50 പൈസ അവരെ നാട്ടിൽ കിട്ടുന്നത്. അപ്പൊ തന്നെ അറിയാലോ ഇത് സൈക്കോകളാണ് ഇതിന്റെ കുറെ കമന്റ് ഇടുന്നത്. പിന്നെ കുറെ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടിടും. ഒരു വീഡിയോ കണ്ടിട്ട് അതിന്റെ കുറെ വീഡിയോകൾ കാണുമ്പോൾ അതാണ് പ്രൈസ് എന്ന് വിചാരിക്കും. ഇതേ കളറിൽ ഇതേ ക്വാളിറ്റിയിൽ നമുക്ക് ഇതിന്റെ പകുതി വിലയ്ക്കും കാണിക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി. ഇപ്പൊ ഡിപ്പോത്തേക്കും നാടന്തേക്കും നമ്മൾ വ്യത്യാസം കാണിച്ചില്ലേ, ഇതേപോലത്തെ ക്വാളിറ്റി ആയിരുന്നെങ്കിൽ ഫർണിച്ചറിലേക്ക് വന്ന് നോക്കണം. ഇതില് കുറച്ച് പറഞ്ഞ ഈ ഫീൽഡിലുള്ള ആൾക്കാരുടെ റിലേറ്റീവോ കാര്യങ്ങളോ ആളുകളെ തളർത്താൻ വേണ്ടിയിട്ടൊരു ഐഡിയ ഇല്ലാത്ത പേരും ഇല്ലാത്ത വന്നിട്ട് അടിയിൽ വന്ന് വെളിപ്പെടുത്തും. പിന്നെ ചിലർ പറയും ഞാൻ ഷോപ്പിൽ ചെന്നിരുന്നു, ഞാൻ ഐറ്റം കണ്ടില്ല. നമ്മുടെ ഫോളോവേഴ്സിന് നമ്മുടെ കമന്റ് ഇട്ട് വന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് കാണിച്ചാലാണ് സ്പെഷ്യൽ ഓഫറൊക്കെ കിട്ടുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ ഷോപ്പിൽ വെക്കുന്ന പ്രൈസ് ആയിരിക്കും, അതിനാണ് ആ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് ഒരാൾക്ക് പോലും കിട്ടാതിരിക്കില്ല. അപ്പൊ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വീഡിയോ കണ്ടുവരുമ്പോൾ. അല്ലാതെ വന്നുടനെ ഓഫർ കിട്ടില്ല, അവിടെ പോയ പിന്നെ ആ ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മള് 3,990 ഈ മാസം ലാസ്റ്റ് വരെ നമ്മൾ ഓഫർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. 3,990 അലമാര ഇതുണ്ടോ, ഇതിന്റെ ഉള്ളിൽ നമ്മളെ ഹൈറ്റുള്ള അലമാര. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്ന 3 ആഴ്ച കൊണ്ട് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പൊ ഇന്ന് വന്നിട്ട് ഇന്ന് വേണം, അതേപോലെ 10 പീസ് തരും, അങ്ങനെയല്ല ബൾക്ക് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാനദണ്ഡങ്ങൾ വീഡിയോയിൽ കാണുക. അപ്പൊ ആ ഒരു ക്വാളിറ്റി പല റേറ്റിലുള്ള ഐറ്റങ്ങളും ഉണ്ട്. ഇപ്പോ ഈ ഈസി ചെയർ ഇവിടെ പേപ്പർ ഹോൾഡ് വെക്കാം, ഇതിന് പ്രൈസ് വരും. ഇനി പേപ്പർ ഹോൾഡ് വെക്കാൻ പറ്റാത്തുണ്ട് 3 ബെൽറ്റ്, ഇതിന്റെ 2 ബെൽറ്റ് ഉണ്ട്. ഇതെല്ലാം ഒരു പ്രൈസില്ല. ആളുകളുടെ വിചാരം ഈ 3,990 പറയുമ്പോൾ കംപ്ലീറ്റ് അലമാര ആവറില്ല എന്നാ. അങ്ങനെയല്ല. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന തെറ്റിദ്ധരിക്കേണ്ട വെച്ച് പറയുന്നതാണ്. നമ്മൾ ആ ടൈം നോക്കുക, ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമ്പോൾ ഈ പറഞ്ഞ ഐറ്റംസിലൊക്കെ കിട്ടും. പിന്നെ കമന്റ് നെഗറ്റീവ് ഇടുന്ന കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ഞാനൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. നമുക്കിപ്പോൾ ഓരോ വീഡിയോയുടെ അടിയിൽ പോയിട്ട് നമ്മൾ അറിയുന്ന ആളുകളെ കൊണ്ട് നമുക്ക് കമന്റ് ചെയ്യിപ്പിക്കാൻ അറിയാണ്ടല്ല. പക്ഷെ നമ്മളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും നിൽക്കാറില്ല. അവർക്കൊരു സുഖം, ആ സുഖം എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ച് പറയണ എല്ലാത്തിലും ജീവിതത്തിലും അങ്ങനെ ആയിരിക്കും. നെഗറ്റിവിറ്റി കാണുന്ന ആൾക്കാർ അവരുടെ ലൈഫിൽ അങ്ങനെ ആയിരിക്കും, 100% ഉറപ്പാണ്. പരമാവധി പോസിറ്റിവിറ്റി കാണാം. അവനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ ചെയ്ത് കാണിക്കുക. അല്ലാതെ വെറുതെ വീട്ടിലിരുന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരാണ് ശരിക്കും പറയുന്നത്. ഈ 1 രൂപയുടെ ചവിട്ടി കെട്ടിട്ട് ഇതിന് കുറവിൽ കിട്ടുന്ന, അല്ലെങ്കിൽ കോമഡി ആയി പറയാൻ ഉദ്ദേശിക്കുന്നതാവും. എന്തെങ്കിലും മണ്ടത്തരങ്ങൾ കമന്റിൽ വന്ന് മറ്റുള്ളവരെ യൂട്യൂബ് ചാനലിൽ പോയി ഇരുന്നിട്ട് നമ്മൾ നിർബന്ധിച്ച് കാണിക്കില്ല. സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ പോയിട്ട് കമന്റ് ചെയ്യുന്ന പേരും വേറെ വല്ല പണിയും ചെയ്യുക. അല്ലാതെ വെറുതെ ആ കമന്റ് ഇട്ടിട്ട് അവരുടെ വായന്നുള്ളതും കൂടി കേൾക്കാതെ, അതാണ് നമുക്ക് പറയാനുള്ളത്. ഫർണിച്ചർ ഫീൽഡ് എന്നല്ല എല്ലാ ഫീൽഡിലും ഉണ്ട് കമന്റ് ഓപ്ഷനിൽ പോയിട്ട് കമന്റ് ചെയ്യുന്നത്. കാരണം കുറെ ആൾക്കാർ കമന്റ് ഓപ്ഷനൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അവര് തിരിച്ച് ഇങ്ങോട്ട് 4 വർത്താനം പറയാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടുപോകും. കുറെ ആൾക്കാർ ഇങ്ങനെ ആവില്ല. ഞാൻ കമന്റ് ഇടുന്നതിൽ നമ്മൾ നല്ല രൂക്ഷമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് മറുപടി വെക്കണം. ആ ഫ്ലൈറ്റ്മാൻ്റെ ഒക്കെ ഒരു ഇതിൽ പോയിട്ട് കമന്റ് ഇടുമ്പോൾ നല്ല ഡയലോഗുകളാണ് കിട്ടുന്നത്. ചില ആൾക്കാരിലൊക്കെ കമന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നല്ല പ്രതികരണം കിട്ടുന്നത്. പിന്നീട് അതിന്റെ ഡിപ്രഷൻ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ കഴിവുള്ള ആളാണ് ഈ വീഡിയോ ചെയ്യുക, ഏതൊരാളായാലും. ആ കഴിവുള്ളവൻ്റെ അതിൽ പോയിട്ട് ഈ കഴിവില്ലാത്ത ആളെ എന്തെങ്കിലുമൊക്കെ ഒരു പോയിട്ട് സത്യാവസ്ഥ കാണാതെ പോയിട്ട് വീഡിയോ ഇടുന്ന നേരം അവനവന് പറ്റാവുന്ന എന്തെങ്കിലും പരിപാടി ചെയ്യുക. അപ്പൊ നമ്മുടെ കയ്യിൽ വീഡിയോ കമന്റ് ഇടാൻ വരുന്നതിന്റെ എല്ലാ ടൈം പറയുന്നത് ആ പോസിറ്റീവ്, ഏതൊരാളുടെയും പോസിറ്റീവ് ഇട്ട പോസിറ്റീവ് നമുക്ക് കിട്ടും. പിന്നെ സത്യാവസ്ഥ വന്ന് നോക്കി ഇതിൻ്റെയൊക്കെ മരത്തിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് വേണം നമുക്ക് അതിന് സംസാരിക്കാം. എന്ത് കാര്യം അറിയാതെ പറയുന്ന ആൾക്കാർക്കാണ് പല പ്രശ്നങ്ങളും വരും. അപ്പൊ നമ്മൾ ഇതിൻ്റെയൊക്കെ കുറെ ഒബ്സർവ് ചെയ്ത കാരണം കൊണ്ട് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട നല്ല അഭിപ്രായങ്ങൾ അറിയിക്കാം, നന്നല്ലാത്ത അഭിപ്രായങ്ങൾ വന്നിട്ട് മോശം ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാം. വരാതെ വീട്ടിൽ ഇരുന്നിട്ട് കബഡി നിരത്തി പറയില്ലേ, കബഡി നിരത്തിയിട്ട് ആ ക്വാളിറ്റി ഇത്ര വിലക്ക് ഇവിടെ കിട്ടും, ഇതൊക്കെ എന്ത് കിട്ടും, ഇതിന്റെ ഫീൽഡിൽ അരച്ച് കളിക്കില്ല. നമുക്ക് തന്നെ വേറെ വീഡിയോ കണ്ടാൽ മനസ്സിലാവില്ല ക്വാളിറ്റി. അപ്പൊ ഇതൊക്കെ വന്ന് ഷോപ്പിൽ നോക്കിയിട്ട് അതിലെടുക്കാം. പിന്നെ എടുത്ത കസ്റ്റമർ റിവ്യൂ നോക്കുക. ഇതാണ് ഇതിൽ. ഇപ്പൊ ഞാൻ ഇതിന്റെ ക്വാളിറ്റികളെ കുറിച്ചിട്ട് പറഞ്ഞു തന്നാട്ടോ. അപ്പോ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർക്ക് അവർക്കൊരു സുഖം മാത്രമേ ഉള്ളൂ. വേറെ ആൾ കാണുമ്പോൾ
ഒരാള് നെഗറ്റീവ് ഇട്ടുണ്ടോ ആ ഷോപ്പോ ആ സ്ഥാപനമോ നെഗറ്റീവ് ആവില്ല ആ വ്യക്തിയോ. അപ്പൊ അത് കൊണ്ടുപോയിട്ടുള്ള ഒരു അനുഭവം വേണം ഇതാക്കാം. പിന്നെ ഫേക്ക് ഐ ഡിന്ന് എടുത്തു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും ഫേക്ക് ആയിട്ട് ചെയ്യുന്നതിന് പകരം നേരാവണം എടുത്ത് നേരാവണം വന്ന് നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ രേഖപ്പെടുത്താം. അപ്പൊ നമുക്ക് ആയിരക്കണക്കിന് വിശ്വസ്തരായ കസ്റ്റമറും ഉണ്ട് നമ്മളെ എടുത്ത് പോയിട്ടുള്ള ഓഫറിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരും. അപ്പൊ നെഗറ്റീവ് ഇട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പറഞ്ഞു മാത്രം ഏതൊരാൾക്ക് നെഗറ്റീവ് പറഞ്ഞാൽ ജീവിതത്തിൽ ആൾ നെഗറ്റീവ് പരമാവധി പോസിറ്റീവായിട്ട് കാണാൻ നോക്കുക. എന്തൊരു കാര്യം നല്ല കാര്യങ്ങൾ പറയാൻ ആൾക്കാരെ ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു എന്താ പറയുക പൊട്ടത്തരം നെഗറ്റീവായിട്ട് കണ്ടുപിടിച്ചിട്ട് വലിയൊരു സംഭവം എഴുതും. അവരൊന്നും ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് ആ നെഗറ്റീവ് കണ്ടറിയാം. അവരുടെ സ്വഭാവം വീട്ടിലുള്ള സംഭവം നമുക്ക് കമന്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കുക, നമുക്ക് പറ്റില്ലെങ്കിൽ അത് വിടുക, നമുക്ക് പറ്റോ പറ്റില്ല എന്ന് പോയി നോക്കുക. അല്ലാതെ വെറുതെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓഫർ ഇട്ട് ഐറ്റം കൊടുക്കുന്നുണ്ട്, ആദ്യം വരുന്ന ആൾക്ക് ഇത് അത്ര പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കല്ലേ ചെയ്യും. നമ്മൾ ആ ടൈം പീരീഡ് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്, കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. അപ്പൊ കാര്യങ്ങൾ വീഡിയോകൾ കറക്റ്റ് കാണാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, പരമാവധി ആളുകൾക്ക് എത്തിക്കുക. അപ്പൊ ഓക്കെ, താങ്ക് യു.